ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ചയിൽ, അതായത് ഞാൻ പറഞ്ഞിരുന്നു കീമിന്റെ തേർഡ് അലോട്ട്മെന്റ് വിളിച്ച ഉടൻ തന്നെ ആരെ പരിഗണിക്കും? ഫാർമസിക്കാരെ പരിഗണിക്കും. അതനുസരിച്ച് ഇന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആദ്യത്തെ കടമ്പയായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. കീം ഫാർമസിക്കാരോടാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഏറ്റവും വലിയ ഫസ്റ്റ് ടാസ്ക് വരാൻ പോവുകയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും ഇനി അങ്ങോട്ട് അലോട്ട്മെന്റ് അപ്ഡേറ്റ്സിനും എങ്ങനെ വയ്ക്കണം, ലൈവ് ഡെമോ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ പരമാവധി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ മക്കളെ, സംസ്ഥാനത്തെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തിലേക്ക് കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുകളിലേക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് സമർപ്പിക്കാനുള്ള സമയമാണ്. എന്ന് മുതലാണ്? അതായത് 31/7/2026. ഞാൻ പറഞ്ഞു കൂടിപ്പോയ 4-5 ദിവസം. അത് അങ്ങനെ തന്നെയാണ്. ഇന്ന് 28ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ദിവസം ഇനി അങ്ങോട്ടുള്ളൂ. 29, 30, 31. ഇപ്പോൾ വൈകുന്നേരം 4 മണി വരെ നമ്മുടെ കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ഒരുപക്ഷെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരായിരിക്കാം. എഞ്ചിനീയറിംഗുകാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 28/7 ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. 31 അതിന്റെ സമയം തീരും. അത് കഴിഞ്ഞ് 1-ാം തീയതി, വലിയ ലാഗൊന്നുമില്ല, ഓഗസ്റ്റ് 1-ാം തീയതി അതിന് ട്രയൽ അലോട്ട്മെന്റ് വരുന്നു. 2-ാം തീയതി അതിന്റെ ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫാർമസിക്കാർക്ക് വരുന്നു. 3 മുതൽ 5 വരെ ഈ പറയുന്ന അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യണം. അതായത് ഈ അലോട്ട്മെന്റ് വന്നതിന് ശേഷം എന്നിട്ട് അതിൽ പറയുന്ന ഫീസ് നിങ്ങൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. ഓൺലൈനായിട്ട് സിഇക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതുമാണ്. അപ്പം ഇവിടെ എഞ്ചിനീയറിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് ആദ്യഘട്ടത്തിൽ വരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ഡയറക്റ്റ് കോളേജ് അഡ്മിഷൻ ആണ്. സോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ പല കോട്ടകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത്, അതിൽ തന്നെ ഡിഫറെന്റ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത് 2000 രൂപയാണ്. നിങ്ങൾ സിമ്പിളായിട്ട് കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഇതുവരെ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനനുസരിച്ച് ആദ്യം ഫീസ് അടയ്ക്കുക. 2000 രൂപ ഫീസ് അടയ്ക്കുക. ചിലർക്ക് ഇളവുണ്ട്. ഈ SC ST കാർക്കൊക്കെ ആണെങ്കിൽ അതിന്റെ ഇളവുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടുന്ന കോഴ്സിന് ട്യൂഷൻ ഫീസിൽ ഈ തുക വിലയിരുത്തുന്നതാണ്. അപ്പോൾ ഈ 2000 രൂപ വെറുതെ പോകത്തില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജിന്റെ ട്യൂഷൻ ഫീസിൽ വിലയിരുത്തും എന്നുകൂടി മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിർഭയ ഹോം, ജൂനൈൽ ഹോം, ശ്രീചിത്ര ഹോം, അതുപോലെ തന്നെ മറ്റ് ഫീസ് ആനുകൂല്യത്തിന് ഇളവ് അർഹമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് 500 രൂപയാണ് എന്നുകൂടി മനസ്സിലാക്കുക. ദെൻ ഗവൺമെന്റ് ഫാർമസി കോളേജുകളുടെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 17,370 ആണ്. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ അത് സ്പെഷ്യൽ ഫീ, ട്യൂഷൻ ഫീ ആയിട്ട് 1,14,000 വരെ പോകുന്നതും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ കേന്ദ്ര റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരവും യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും സർക്കാർ അനുമതിയുമായിട്ടുള്ള കോളേജുകളിലേക്ക് മാത്രമേ പ്രവേശന പരീക്ഷാ കമ്മീഷണർ മുഖേന നിങ്ങൾക്ക് അലോട്ട്മെന്റ് നടത്തുകയുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഫാർമസി കോളേജുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ഫാർമസി കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, മെഡിക്കൽ കോളേജ് ആലപ്പുഴ TD അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഉണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ അറിയാൻ പറ്റും ഏതൊക്കെയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇവരുടെ അണ്ടറിൽ വരുന്ന കീം മുഖേന നിങ്ങൾക്ക് പ്രവേശന കമ്മീഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അതിൽ ഇലാഹി ഉണ്ട്, വെസ്റ്റ് ഫോർട്ട് ഉണ്ട്, അതുപോലെ ശ്രീഗോകുലം ഉണ്ട്. ഒരുപാട് കോളേജുകളുണ്ട്. നിങ്ങളുടെ ഓൾറെഡി നോക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് നോക്കി വെച്ചിട്ടുള്ള കോളേജുകൾ ഉണ്ടാവും. ഇവിടെയൊക്കെ മെറിറ്റ് ആയിട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള കോളേജുകളെ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിനനുസരിച്ച് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. 31-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് സമയം. പൈസ 2000 രൂപ അർഹമായിട്ടുള്ള വിദ്യാർത്ഥികൾ അടയ്ക്കുക. അല്ലാത്ത പക്ഷം 500 രൂപ അടച്ചാൽ മതിയാകും. ഇനി അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. കോളേജുകളിലേക്ക് പ്രവേശനം ഉറപ്പുവരുത്തുക. ഷഡ്ഡപട എന്ന് പറഞ്ഞാണ് ഇതിന്റെ ബാക്കി നടപടികൾ. സോ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. മൊബൈൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴിയോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.